ഹലോ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന യൂഷ്വൽ മെത്തേഡല്ല. ബിക്കോസ് എക്സിറ്റും എൻട്രിയും ഏത് പോയിന്റിലും നടക്കുന്നതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് ഫോർമുലയാണ്. അപ്പോൾ ആർ ഈക്വൽസ് NAV1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NAV അറ്റ് ദ എൻഡ് അല്ലെങ്കിൽ NAV T-1 എന്നൊക്കെ ടി എന്ന് നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. പല ബുക്കിലും പലതാണ്. ചിലതിൽ NAV അറ്റ് ദ എൻഡ് എന്നായിരിക്കും, ചിലതിൽ NAV T എന്നായിരിക്കും, ചിലതിൽ NAV എൻഡ് എന്നായിരിക്കാം. NAV0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NAV അറ്റ് ദ ബിഗിനിങ്, ചിലതിൽ NAV ബിഗിനിങ് എന്നായിരിക്കാം, ചിലതിൽ NAV T-1 എന്നൊക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് എളുപ്പമുള്ളത് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന NAV1 എൻഡ് പീരീഡിനെയും NAV0 ബിഗിനിങ് പീരീഡിനെയും റെഫർ ചെയ്യാനാണ്. നമ്മൾക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, അതായത് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം അതിൻ്റെ ഫോർമുല, റിട്ടേൺ കാൽക്കുലേഷൻ്റെ ഫോർമുല എടുത്ത് എഴുതുക. അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കുക. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഇല്ലസ്ട്രേഷനിൽ എ മ്യൂച്വൽ ഫണ്ട് ദാറ്റ് ഹാഡ് എ നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ₹10 അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ മന്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് NAV0 എന്ന് പറയുന്നത് ₹10 ആണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ NAV0 ₹10 തന്നിട്ടുണ്ട്. കൂടാതെ എന്തൊക്കെ ഇൻഫർമേഷൻ വന്നേക്കുന്നത്? ഇറ്റ് മെയ്ഡ് ഇൻകം ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ₹0.05 ആൻഡ് ₹0.04 പെർ യൂണിറ്റ് റെസ്പെക്റ്റീവ്ലി ഡ്യൂറിങ് ദ മന്ത്. അതായത് ഇൻകം 0.05ഉം ക്യാപിറ്റൽ ഗെയിൻ ഡിസ്ട്രിബ്യൂഷൻ 0.04 പെർ യൂണിറ്റാണ് ആ ഒരു പെർട്ടിക്കുലർ മന്തിൽ. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലിൽ കിട്ടുന്നതാണ്. സാലറി ആണെങ്കിൽ ഒരു മാസം, ഡിവിഡൻ്റ് ആണെങ്കിൽ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ആനുവലി, അങ്ങനെ ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലിൽ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവിഡൻറ്റിനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻകം എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? ₹0.05 എന്നാണ് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്, ₹0.05. ഇനി ക്യാപിറ്റൽ ഗെയിൻ ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? ക്യാപിറ്റൽ ഗെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ₹0.04 എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾക്ക് എന്താ ആവശ്യം? NAV1 ആണ്, അല്ലെങ്കിൽ NAV അറ്റ് ദ എൻഡാണ് നമ്മൾക്ക് അറിയേണ്ടത്. ഇവിടെ NAV അറ്റ് ദ എൻഡ് തന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ദ മന്ത് എൻഡഡ് വിത്ത് എ നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ₹10.03. അപ്പോൾ നമ്മൾക്ക് NAV അറ്റ് ദ എൻഡും തന്നിട്ടുണ്ട്, ₹10.03 ആണ്. ഓക്കെ, നമ്മൾക്ക് ഫോർമുലയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ കിട്ടിയേക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NAV1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.03 മൈനസ് NAV0 എന്ന് പറയുമ്പോൾ 10. ഓക്കെ, പ്ലസ് ഡിവിഡൻറ്റ് എത്രയാണ്? 0.05 പ്ലസ് C എന്ന് പറയുന്ന 0.04 ഹോൾ ഡിവൈഡഡ് ബൈ NAV0. ഇവിടെ NAV0 എന്ന് പറയുന്ന 10 ആണ്. ഓക്കെ, ഇനി ഇതിനൊന്നും കൂടി ചെറുതാക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? 10.03 മൈനസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.03 പ്ലസ് 0.05 പ്ലസ് 0.04 ഹോൾ ഡിവൈഡഡ് ബൈ 10. ഇനി റിട്ടേൺ പെർസെൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഇവിടെ ഫോർമുല ഇതാണെങ്കിലും നമ്മൾക്ക് പെർസെൻറ്റേജിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു 100 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇതിനെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റിട്ടേൺ ഈസ് ഓൾവേസ് ഇൻ പെർസെൻറ്റേജ്, അതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇതിനെ 0.03 പ്ലസ് 0.05 പ്ലസ് 0.04 ചെയ്യുമ്പോൾ നമ്മൾക്ക് 0.12 കിട്ടും, ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100. അപ്പോൾ 0.12 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 1.2%. അതായത് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 1.2% ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോൻ്റെയും നോർമൽ പോർട്ട്ഫോളിയോൻ്റെയും റിട്ടേൺ ഡിഫറെൻറ്റ് മെത്തേഡ് വഴിയാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോൻ്റെ മന്ത്ലി റിട്ടേൺ എന്ന് പറയുന്നത് 1.2% ആണ്. ഓക്കെ, പ്രോബ്ലം ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.